ശരി, നമുക്ക് ഇതിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നോക്കാൻ പോകുന്നത്. ഒരു വ്യക്തിക്ക് സ്വന്തം ജീവിതത്തിൽ യാതൊരു അതിരുകളുമില്ലെങ്കിൽ അവരുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും? ശരി എന്ന ഒരു സ്ത്രീയുടെ അങ്ങേയറ്റം സങ്കീർണവും ഭാരമേറിയതുമായ ഒരു സാധാരണ ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഇതൊരു സാങ്കല്പിക കഥയായി തോന്നാമെങ്കിലും ബേൺഔട്ട് അഥവാ കടുത്ത മാനസിക തളർച്ച അനുഭവിക്കുന്ന പലർക്കും ഇത് അവരുടെ സ്വന്തം ജീവിതം തന്നെയാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാകും. ചിന്തിച്ചു നോക്കൂ, രാവിലെ 6 മണിക്ക് അലാറം അടിക്കുമ്പോൾ തന്നെ ഷെറിയുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്ത ഇതാണ്: ഞാൻ എന്തിനാണ് ഈ ദിവസത്തെ ഇങ്ങനെ ഭയക്കുന്നത്? എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ ആ ദിവസം നൽകുന്ന ഒരു വല്ലാത്ത ഭാരം. ഇത് നിങ്ങളിൽ എത്ര പേർക്ക് പരിചിതമാണ്? അന്ന് വൈകുന്നേരം 4 മണിക്ക് അവളുടെ 9 വയസ്സുകാരനായ മകൻ ടോഡിന്റെ ടീച്ചറുമായി അവൾക്കൊരു മീറ്റിംഗ് ഉണ്ട്. അവന്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള ആ ഒരൊറ്റ മീറ്റിംഗിന്റെ ചിന്ത മതിയായിരുന്നു ആ പ്രഭാതത്തെ മുഴുവൻ ഭയപ്പെടുത്താൻ. പിന്നീടങ്ങോട്ട് ഭയങ്കര തിരക്കാണ്. രാവിലെ 6:45 ധരിക്കാനെടുത്ത പഴയ വസ്ത്രങ്ങൾ ഇറുകിപ്പോയതിൽ അവൾക്ക് തന്നോട് തന്നെ വലിയ നിരാശ തോന്നുന്നു. ഒരു വശത്ത് മക്കളുടെയും ഭർത്താവ് വോൾട്ടിന്റെയും പരാതികൾ. ഒടുവിൽ 7:45 ഒരുവിധം തിടുക്കത്തിൽ അവൾ വീട്ടിൽ നിന്നിറങ്ങുകയാണ്. പക്ഷെ ആ മീറ്റിംഗിനെക്കുറിച്ചുള്ള ഭയം അവളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ വലിയ കോലാഹലങ്ങൾക്കിടയിലും കഴിഞ്ഞ രാത്രി നടന്നൊരു സംഭവത്തെക്കുറിച്ചോർത്ത് അവൾ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. കഴിഞ്ഞ രാത്രി യാഥാർത്ഥ്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നോ മുൻകൂട്ടി ഒന്നുപോലും പറയാതെ അവളുടെ അമ്മ പെട്ടെന്നങ്ങോട്ട് കയറി വന്നു. മകൾ ആമിക്കായി സ്കൂൾ നാടകത്തിനുള്ള വസ്ത്രം തുന്നാൻ ഷെറി മാറ്റിവെച്ച സമയമായിരുന്നു അത്. പക്ഷെ അവൾ പുറമേ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് അമ്മയുടെ ഇത്തരം സർപ്രൈസ് സന്ദർശനങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്നാണ്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് കടുത്ത ദേഷ്യമായിരുന്നു. എങ്ങനെയൊക്കെ എന്റെ കുടുംബത്തോടൊപ്പമുള്ള സമയം നശിപ്പിക്കാമെന്ന് അമ്മയ്ക്ക് നന്നായി അറിയാമെന്നായിരുന്നു അവളുടെ യഥാർത്ഥ ചിന്ത. കുറ്റബോധം തോന്നിപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കുന്ന അമ്മയെ അവൾ വെറുതെ സഹിക്കുകയായിരുന്നു. സ്വന്തം അമ്മയുമായി അവൾ പതിവായി കളിക്കുന്ന ഒരു വൈകാരിക നാടകമാണിത്. അമ്മയുടെ മുന്നിൽ നല്ല കുട്ടിയാകാൻ പറഞ്ഞ നുണയ്ക്ക് അവൾ മനസ്സിൽ ദൈവത്തോട് മാപ്പ് ചോദിക്കുകയാണ്: ദൈവമേ, ഈ ചെറിയ നുണയുടെ പേരിൽ എന്നെ ശിക്ഷിക്കരുതേ എന്ന്. കുടുംബത്തിൽ വെറുതെ ഒരു പ്രശ്നമുണ്ടാകേണ്ട എന്ന് കരുതി സ്വന്തം ഉറക്കവും സമയവും ഉപേക്ഷിച്ച് അവൾ മകൾക്കുള്ള വസ്ത്രം പാതിരാത്രിയിലിരുന്ന് തുന്നാൻ നിർബന്ധിതയാകുന്നു. ഇനി നമുക്ക് അവളുടെ ഓഫീസിലെ കാര്യങ്ങളൊന്ന് നോക്കാം. മക്കാളിസ്റ്റർ എന്റർപ്രൈസസിലെ ഒരു ഫാഷൻ കൺസൾട്ടന്റാണ് ഷെറി. രാവിലെ 8:45 നടന്ന മീറ്റിംഗിന് അവൾ വൈകിയാണ് എത്തിയത്. ഈ നോ എന്ന് പറയാൻ കഴിയാത്ത അവളുടെ സ്വഭാവം ഓഫീസിലും അവളെ വെറുതെ വിടുന്നില്ല കേട്ടോ. ഉച്ചയ്ക്ക് 11:59 അവളുടെ സുഹൃത്ത് ലോയിസുമായുള്ള ഫോൺ കോളും വൈകുന്നേരം 4 മണിക്കുള്ള ബോസിന്റെ ഇടപെടലും ഇതിനുദാഹരണങ്ങളാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഉച്ചഭക്ഷണ സമയത്ത് ലോയിസ് എന്ന സുഹൃത്തുമായി അവൾ ഫോണിൽ സംസാരിക്കുകയാണ്. എപ്പോഴും സ്വന്തം പ്രശ്നങ്ങൾ മാത്രം പറയുന്ന ഒരാളാണ് ലോയിസ്. ഷെറി പുറമെ വളരെ സഹതാപത്തോടെ അയ്യോ ലോയിസ്, നീ ഇതെല്ലാം എങ്ങനെ സഹിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിലെ ചിന്ത മറ്റൊന്നാണ്. എന്റെ ജീവിതവും ദിവസവും ഇങ്ങനെ തന്നെയാണ് എന്നവൾ മനസ്സിൽ പറയുന്നുണ്ട്. ഒരു തെറാപ്പിസ്റ്റിനെ പോലെ ലോയിസിന്റെ വർത്തമാനം മുഴുവൻ കേൾക്കുമ്പോഴും തന്റെ ഊർജ്ജം നഷ്ടപ്പെടുന്നതിൽ അവൾക്ക് ദേഷ്യമുണ്ട്. എന്നാൽ ആ ദേഷ്യം തോന്നുന്നതിൽ അവൾക്ക് തന്നെ കടുത്ത കുറ്റബോധവുമുണ്ട്. വൈകുന്നേരം 4 മണിക്ക് അവളുടെ ബോസ് ജെഫ് തികച്ചും അന്യായമായി മറ്റൊരു വലിയ ജോലി അവളുടെ തലയിൽ കെട്ടിവെക്കുന്നു. 5 മണിക്കൂറെങ്കിലും വേണ്ടിവരുന്നൊരു ജോലിയാണ്. അതും പിറ്റേന്ന് രാവിലെ തന്നെ തീർത്തു നൽകണം. നീ വളരെ വിശ്വസ്തയായ ഒരാളാണ് എന്ന ജെഫിന്റെ വാക്കുകളിൽ വീണ് അവൾ ചിരിച്ചുകൊണ്ട് അത് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. എന്നാൽ ഉള്ളിൽ മറ്റുള്ളവർ തന്നെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നതിൽ അവൾ കടുത്ത രോഷത്തിലായിരുന്നു. ഇയാൾക്കെങ്ങനെ എന്റെ മേൽ ഇത്ര വലിയ ഭാരം വയ്ക്കാൻ സാധിക്കുന്നു എന്നവൾ ചിന്തിച്ചു. അവിടെ നിന്നും നേരെ വീണ്ടും കുടുംബത്തിലേക്ക്. വൈകുന്നേരം 4:30 മകൻ ടോഡിന്റെ ടീച്ചർ ജീൻ റസലുമായി അവൾ സംസാരിക്കുന്നു. ടോഡ് നിയമങ്ങൾ ഒട്ടും അനുസരിക്കുന്നില്ലെന്നും ഭയങ്കര ശാഠ്യക്കാരനാണെന്നും ടീച്ചർ പറയുന്നു. ഇത് കേട്ട് സഹിക്കാനാവാതെ ഷെറി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. വീട്ടിലും അവൻ ഇങ്ങനെ തന്നെയാണെന്ന് അവൾ സമ്മതിക്കുന്നു. അതിനുശേഷം 6:30 വീട്ടിലെ അലങ്കോലമായ അത്താഴവും അവളുടെ മാനസികാവസ്ഥയെ കൂടുതൽ തളർത്തുന്നു. രാത്രി 7 മണിക്കുള്ളൊരു ഫോൺ കോൾ അവളുടെ അവശേഷിക്കുന്ന സമാധാനവും ഇല്ലാതാക്കുന്നു. പള്ളിയിലെ ലീഡറായ ഫിലിസ് വരാനിരിക്കുന്ന വാർഷിക റിട്രീറ്റിൽ ഒരു പ്രധാന ചുമതല ഏറ്റെടുക്കാൻ ഷെറിയെ വൈകാരികമായി നിർബന്ധിക്കുകയാണ്. തനിക്കായി കുറച്ച് സമയം ചെലവഴിക്കാമെന്ന അവളുടെ മോഹങ്ങൾ അതോടെ അവസാനിച്ചു. പുറമേ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിലും വിട എന്റെ വിലപ്പെട്ട ഏകാന്ത നിമിഷങ്ങൾക്ക് എന്നായിരുന്നു അവളുടെ ഉള്ളിലെ യാഥാർത്ഥ്യം. ആ ദിവസത്തിന്റെ അവസാന മണിക്കൂറുകൾ എത്രത്തോളം ഭാരമേറിയതാണെന്ന് നോക്കൂ. രാത്രി 7:45 അവളുടെ ഭർത്താവ് വാൾട്ട് TV കണ്ടിരിക്കുന്നു. എന്നാൽ മേശപ്പുറത്തെ പാത്രങ്ങൾ എടുക്കാൻ ആരും സഹായിക്കുന്നില്ല. രാത്രി 11:30 വരെ അവൾ ഉറക്കമൊഴിച്ച് ജെഫിന്റെ പ്രൊജക്റ്റ് പൂർത്തിയാക്കുന്നു. ഒടുവിൽ തന്നോട് യാതൊരു സ്നേഹവും കാണിക്കാത്ത വാൾട്ട് സോഫയിൽ ഉറങ്ങുന്നത് കണ്ട് 11:50 അവൾ കിടക്കയിൽ ഒറ്റയ്ക്ക് കിടന്ന് കരയുകയാണ്. ശരിക്കും ഒരു മനുഷ്യന് താങ്ങാനാകുന്നതിലും അപ്പുറമാണിത്.
വാൾട്ടിന്റെ മുൻകോപത്തെ നേരിടാൻ ഷെറി വർഷങ്ങളായി ഉപയോഗിക്കുന്ന, എന്നാൽ തികച്ചും പരാജയപ്പെട്ടൊരു രീതിയാണിത്. വാൾട്ടിനെ സ്നേഹിച്ച് ദേഷ്യം മാറ്റുക എന്നതാണ് അവളുടെ തന്ത്രം. ആദ്യം അവന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുക, പിന്നെ ദേഷ്യം വരുന്നത് മുൻകൂട്ടി കണ്ട് പെട്ടെന്ന് പിന്മാറുകയോ മാപ്പ് പറയുകയോ ചെയ്യുക. ഒടുവിൽ അവനിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നിങ്ങനെ അവൾ നിരന്തരം ശ്രമിക്കുന്നു. എന്നാൽ ഈ 3 ഘട്ടങ്ങളും അവളെ മാനസികമായി കൂടുതൽ തളർത്തുക മാത്രമാണ് ചെയ്തത്. ഈ ദിവസത്തിന്റെ യഥാർത്ഥ ക്ലൈമാക്സ് നടക്കുന്നത് ആ രാത്രി 11:50 കടുത്ത ഏകാന്തതയിലും ക്ഷീണത്തിലും അവൾ ബൈബിൾ തുറന്നു വായിക്കുന്നു. മത്തായി 5-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവൾ പൊട്ടിക്കരയുകയാണ്. ദൈവമേ, ഞാൻ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ നിങ്ങളുടെ വാഗ്ദാനങ്ങൾ എവിടെയാണ്? നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ച് അവൾ ഇരുട്ടിൽ മറുപടിക്കായി കാത്തിരിക്കുന്നു. തികച്ചും ഹൃദയഭേദകമായ ഒരവസ്ഥയാണിത്. ഇനി നമുക്ക് അടിസ്ഥാന പ്രശ്നം കണ്ടെത്താം. എന്തുകൊണ്ടാണ് ഷെറിയുടെ ജീവിതം ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇത്രയധികം പരിശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് അവളുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. ഇതൊരു സഹതാപമുള്ള കഥ എന്നതിലുപരി ഇവിടെ ഈ അവസ്ഥയെക്കുറിച്ച് വളരെ ഒബ്ജക്റ്റീവായൊരു വിശകലനം ആവശ്യമാണ്. ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്. ഷെറി അവളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കണ്ടെത്തിയ വഴികളെല്ലാം തികച്ചും തെറ്റായിരുന്നു. അവൾ കൂടുതൽ ശ്രമിച്ചു, പക്ഷേ ആ അമിതമായ പരിശ്രമം ഒന്നിനും പരിഹാരമാകുന്നില്ല. മറ്റുള്ളവർക്ക് അനിഷ്ടം തോന്നാതിരിക്കാൻ ഭയം കാരണം നല്ലവളായി അഭിനയിക്കുന്നതും മറ്റുള്ളവരുടെ എല്ലാ പ്രശ്നങ്ങളും സ്വന്തം ചുമലിൽ ഏറ്റെടുക്കുന്നതും അവളെ മാനസികമായി പൂർണ്ണമായി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അമിതമായ ഉത്തരവാദിത്തം അവളെ വല്ലാതെ തളർത്തുന്നു. അപ്പോൾ എന്താണ് യഥാർത്ഥ പ്രശ്നം? ഈ വിശകലനത്തിന്റെ ഏറ്റവും നിർണായകമായ ഭാഗം ഇതാണ്. ഷെറിയുടെ പ്രധാന പ്രശ്നം അവൾക്ക് സ്വന്തം ജീവിതത്തിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ്. എന്താണ് തന്റെ ഉത്തരവാദിത്വം, എന്താണ് മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം എന്ന് തിരിച്ചറിയുന്നതിൽ അവൾക്ക് വലിയ ആശയക്കുഴപ്പമുണ്ട്. മറ്റുള്ളവരുടെ കാര്യം നോക്കലല്ല അവളുടെ ജോലി എന്ന് അവൾ തിരിച്ചറിയുന്നില്ല. ഈ അടിസ്ഥാനപരമായ ആശയക്കുഴപ്പമാണ് ഈ കടുത്ത ബേൺഔട്ടിന് കാരണം. ഇവിടെയാണ് അതിരുകൾ അഥവാ ബൗണ്ടറീസ് എന്ന ആശയം കടന്നുവരുന്നത്. നമ്മളൊരു വീടിനും പറമ്പിനും ചുറ്റും വേലികെട്ടി അതിർത്തികൾ തിരിക്കുന്നതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും സമയത്തിനും അതിരുകൾ ആവശ്യമാണ്. നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കുന്ന ഈ മാനസികവും വൈകാരികവുമായ അതിർത്തി രേഖകളാണ് എവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്വം തുടങ്ങുന്നതെന്നും എവിടെയാണത് അവസാനിക്കുന്നതെന്നും വ്യക്തമാക്കുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. അവളുടെ അമ്മയുടെ ഏകാന്തത, ബോസിന്റെ ഉത്തരവാദിത്തമില്ലായ്മ, സുഹൃത്തിന്റെ തീരാത്ത പ്രതിസന്ധികൾ, പള്ളിയിലെ ലീഡറുടെ കുറ്റബോധം, ഭർത്താവിന്റെ അപക്വത. സത്യത്തിൽ ഇതൊന്നും ദൈവം ശരിയെ ഏൽപ്പിച്ച ചുമതലകളല്ല. ഇതൊക്കെ മറ്റുള്ളവരുടെ വൈകാരിക ഭാരങ്ങളാണ്. അവളാണത് ചുമക്കുന്നത്. ഈ അതിരുകളില്ലായ്മ അവളുടെ മകൻ ടോഡിന്റെ ദേഷ്യത്തിനും മകൾ ആമിയുടെ ഉൾവലിയലിനും പ്രധാന കാരണമാകുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. സ്വന്തം ജീവിതത്തിൽ അതിരുകൾ നിർണയിക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മാർത്ഥതയുള്ള പലർക്കുമുണ്ടാകുന്ന ചില അടിസ്ഥാന സംശയങ്ങളാണിത്. അതിരുകൾ വയ്ക്കുന്നതും സ്നേഹിക്കുന്നതും ഒരുമിച്ച് കൊണ്ടുപോകാനാകുമോ? എന്തൊക്കെയാണ് ന്യായമായ അതിരുകൾ? എന്റെ അതിരുകൾ മറ്റൊരാളെ വേദനിപ്പിച്ചാലോ? അല്ലെങ്കിൽ അതിരുകൾ വയ്ക്കുന്നത് സ്വാർത്ഥതയല്ലേ? എന്നു തുടങ്ങി നിരവധി ചോദ്യങ്ങളുണ്ടാകാം. എന്നാൽ സത്യത്തിൽ മറ്റുള്ളവരെ യഥാർത്ഥമായി സ്നേഹിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ആരോഗ്യകരമായ അതിരുകൾ ഉണ്ടായിരിക്കണമെന്നതാണ് യാഥാർത്ഥ്യം. ഇത് നമ്മളെല്ലാവരും ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വിശകലനത്തിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട പ്രധാന പാഠവും ഇതാണ്. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ അതിരുകൾ എവിടെയാണ്? ഷെറിയെപ്പോലെ നിങ്ങളും മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ സ്വന്തം ചുമലിൽ ഏറ്റെടുക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ അതിരുകൾ കൃത്യമാണോ എന്ന് സ്വയം ചോദിക്കുക. ഓർക്കുക, സ്വന്തം അതിരുകൾ തിരിച്ചറിയുന്നത് തന്നെയാണ് സ്വാതന്ത്ര്യത്തിലേക്കും സമാധാനത്തിലേക്കുമുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. ഈ കാര്യങ്ങൾ ചിന്തിക്കുക,